തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഫെബ്രുവരി 16-ന് 2 കൊല്ലം സ്വദേശികൾ മരിച്ച സംഭവത്തിൽ മറൈൻ ടോക്സിൻ ആകാം മരണകാരണമെന്ന് രാസപരിശോധനാ റിപ്പോർട്ടിൽ നിഗമനം. മീൻമുട്ടയിൽ നിന്നാകാം മറൈൻ ടോക്സിൻ ശരീരത്തിൽ എത്തിയിരിക്കാൻ ഇടയെന്നും റിപ്പോർട്ട് പറയുന്നു. എന്താണ് ഈ മറൈൻ ടോക്സിൻ എന്ന് പരിശോധിക്കും. സമുദ്രത്തിലെ മൈക്രോ ആൽഗെ പോലുള്ള സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശങ്ങളെയാണ് മറൈൻ ടോക്സിനുകൾ എന്ന് വിളിക്കുന്നത്. ഇവ മത്സ്യങ്ങളിലൂടെയോ മറ്റ് കടൽ വിഭവങ്ങളിലൂടെയോ മനുഷ്യ ശരീരത്തിലെത്തിയാൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മറൈൻ ടോക്സിനുകൾ പാചകം ചെയ്താലോ വറുത്താലോ നശിച്ചു പോകില്ല. കൂടാതെ വിഷാംശമുള്ള മത്സ്യങ്ങൾക്ക് പ്രത്യേക ഗന്ധമോ രുചിയോ വ്യത്യാസമോ ഉണ്ടാകില്ല എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കടൽ വിഭവങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ചില വിഷാംശങ്ങളിൽ ടെട്രോഡോടോക്സിൻ, നിഗ്വാടോക്സിൻ, ഷെൽഫിഷ് ടോക്സിനുകൾ എന്നിവയാണ് പ്രധാനം. ടെട്രോഡോടോക്സിൻ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ വിഷങ്ങളിലൊന്നാണ്. പഫർ ഫിഷ് അഥവാ പലകപ്പല്ലൻ മത്സ്യങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. മത്സ്യത്തിന്റെ കരൾ, മുട്ട എന്നിവയിലാണ് വിഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകൾക്ക് സമീപം വളരുന്ന ഡൈനോഫ്ലാജേറ്റുകൾ എന്ന സൂക്ഷ്മജീവികളാണ് നിഗ്വാടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വലിയ കടൽ മത്സ്യങ്ങളായ ചെമ്പല്ലി, ശീലാവ്, വറ്റ എന്നിവയിൽ ഇത് കാണപ്പെടാറുണ്ട്. കക്ക, കല്ലുബക്കായ തുടങ്ങിയവയിലൂടെയാണ് ഷെൽഫിഷ് ടോക്സിനുകൾ പകരുന്നത്. ഇവ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാരാലിറ്റിക് ഷെൽഫിഷ് പോയ്സണിങ്ങിന് കാരണമാകുന്നു. ആൽഗൽ ബ്ലൂം അഥവാ കടലിൽ പായലുകൾ അമിതമായി വളരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വിഷാംശങ്ങൾ മത്സ്യത്തിലെത്തുന്നത്. കടലിലെ താപനില വർദ്ധിക്കുന്നതും പോഷകങ്ങളുടെ അളവ് കൂടുന്നതും ഇതിന് കാരണമാകുന്നു. വിഷമുള്ളിൽ ചെന്നാൽ സാധാരണയായി വായ്ക്കും ചുണ്ടിനും ചുറ്റും തരിപ്പ്, ഛർദി, വയറിളക്കം, വയറുവേദന, തലകറക്കം, ശ്വാസതടസ്സം, കൈകാലുകളുടെ തളർച്ച എന്നിവ അനുഭവപ്പെടും. കടൽ മത്സ്യങ്ങളുടെ തല, കരൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.